ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്തിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതായത് ഒരു ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് F-35 ആണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു എമർജൻസി ലാൻഡിംഗ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയത്. അതായത് നമ്മളോട് വല്ലാത്ത രീതിയിൽ അപേക്ഷിച്ചു എന്നാണ്, നമ്മളൊന്ന് ഇറക്കിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്ത കാര്യങ്ങളും തവിടുപൊടിയാകും എന്നൊരു രീതിയിൽ അപേക്ഷിച്ചതിന്റെ പുറത്താണ് ഇത്തരത്തിൽ അനുമതി നൽകിയതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ സാധാരണ ജനങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ എയർക്രാഫ്റ്റ് ഈ ഭാഗത്തേക്ക് വന്നു പെട്ടത് എന്നാണ്. എന്താണ് ഇതിന് സാഹചര്യങ്ങളൊക്കെ, എത്തരത്തിലാണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഇറങ്ങേണ്ടി വന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇന്നലെ രാത്രി 10:30 ശേഷം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസ് പിന്നെ ലാൻഡ് ചെയ്തിരുന്ന, അതായത് അതിൽ നിന്നും പറന്നു പൊങ്ങിയിരുന്ന, ടേക്ക് ഓഫ് ചെയ്ത ഒരു F-35 ലൈറ്റനിങ് ഫൈറ്റർ ജെറ്റ് അടിയന്തരമായിട്ട് ഇറങ്ങേണ്ടി വന്നു തിരുവനന്തപുരത്ത്. ഇതിന്റെ കാരണം ആയിട്ട് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് ഈ യുദ്ധവിമാനത്തിന്റെ ഇന്ധനം തീരുകയും അടിയന്തരമായിട്ട് അതിന് ലാൻഡ് ചെയ്യേണ്ട വരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇതൊരു അസാധാരണ സംഭവമായിട്ടാണ് വ്യോമയാന വൃത്തങ്ങളിലും അതുപോലെ പ്രതിരോധ വൃത്തങ്ങളിലും ഉള്ളവരൊക്കെ പറയുന്നത്. കാരണം ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും ഒരു യുദ്ധവിമാനം പറന്നു പോകുമ്പോൾ അത് എത്ര മണിക്കൂറിനുള്ളിൽ, എത്ര സമയത്തിനുള്ളിൽ അത് തിരിച്ചെത്തണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കണക്ക് ഇവിടെ തെറ്റിപ്പോയത് ഒരു ചോദ്യമാണ്. മറ്റൊരു വിശദീകരണം വരുന്നത്, ഈ മൺസൂൺ തുടങ്ങിയതിനു ശേഷമുള്ള ഈ കാലാവസ്ഥ, ഇൻക്ലിമെന്റ് വെതർ, കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങൾ മൂലം വിമാനവാഹിനി കപ്പലിൽ തിരിച്ചിറങ്ങാൻ അതിന് കഴിയാതെ വന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഈ വിമാനവാഹിനി കപ്പലും ഈ F-35 ലൈറ്റനിങ് യുദ്ധവിമാനവും ഒക്കെ ഇവിടെ എത്തിയത് ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ബ്രിട്ടന്റെയും US-ന്റെയും ഒക്കെ പടക്കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അതുപോലെ തന്നെ അറേബ്യൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഈ അറേബ്യൻ കടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നത്. ഈ സംഭവം വളരെ കൃത്യമായിട്ടൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തില്, അതായത് ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് ബ്രിട്ടൻ, അമേരിക്ക, ഇന്ത്യയുടെ അടക്കം സഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായി. അപ്പോഴും പല ആളുകളും പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഫേക്കാണ്, അത്തരത്തിൽ ഇന്ത്യക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇന്ത്യ സഹായകരമാകാൻ വേണ്ടി പോകുന്നത്? ശരിക്കും ഇന്ത്യക്കല്ലാതെ വേറൊരു രാജ്യത്തിനും ഈ പ്രദേശത്ത്, അതായത് ഈ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു കളിത്തൊട്ടിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ സഹായമില്ലാതെ ഇവിടെ ഒരു വിദേശ ശക്തിക്കും വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ അതാണ് തെളിയിക്കുന്നത്. കാരണം ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ടിൽ വന്നിട്ടില്ലെങ്കിലും ഇന്നലെ ബ്രിട്ടന്റെ ഒരു ഡിസ്ട്രോയർ അറേബ്യൻ കടലിലേക്ക് പ്രവേശിക്കുക, അതായത് ഗൾഫ് ഓഫ് ഹോർമൂസിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ബ്രിട്ടന്റെ ഒരു ഡിസ്ട്രോയർ കപ്പൽ. അത് ഇറാന്റെ നേവി ശക്തമായ ഇടപെടലിലൂടെ ഈ ഡിസ്ട്രോയറിനെ തുരത്തി ഓടിച്ചു. അത് ഇന്നലെ രാത്രി തന്നെയാണ് അത് സംഭവിച്ചത്. അമേരിക്ക ഏതായാലും ഇങ്ങോട്ട് വരുന്നില്ല. അമേരിക്കയുടെ പടക്കപ്പലുകൾ വളരെ ദൂരത്ത് മാറിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്ന F-35 ലൈറ്റനിങ് B എന്ന് പറയുന്ന വിമാനമാണ്. ഇതിന്റെ കോമ്പാറ്റ് റേഡിയസ് എന്ന് പറയുന്നത് വെറും 800 കിലോമീറ്റർ ആണ്. അതായത് 800 കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രമേ ഇതിന് പോയിട്ട് ഒരു ആക്രമണം നടത്തി തിരികെ വരാൻ പറ്റുള്ളൂ. അത്രയ്ക്കുള്ള ഇന്ധനമേ അതിൽ സൂക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ ഇറാന്റെ തീരത്തിന് അടുത്ത് വന്ന് കിടന്ന ഇറാന്റെ മിസൈൽ ഇത് തകർത്തുകയില്ലേ. അപ്പൊ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. കാരണം ഈ 800 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിമാനത്തിന്റെ
ഒന്നുകിൽ ആകാശത്തിൽ വെച്ച് തന്നെ റീഫ്യൂവലിംഗ് നടത്തണം, അതല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വ്യോമത്താവളത്തിൽ അതിന് ഇറങ്ങേണ്ട വരും. എനിക്ക് തോന്നിയത് ഇന്നലെ അതാണ് സംഭവിച്ചത്. ഒന്നുകിൽ ഇറാന്റെ ഏതെങ്കിലും ഒരു യുദ്ധവിമാനം ഇതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കാണും. അപ്പോഴേക്കും ഇത് സൂപ്പർ ക്രൂയിസിങ്ങോ എന്തെങ്കിലും നടത്തിയിട്ട് ഇതിന്റെ ഇന്ധനം തീർന്നിട്ടുണ്ടാവും. പിന്നീട് ഇതിന് രക്ഷയില്ലാതെ വന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രിയിൽ ഇന്ത്യ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിമാനം തകർന്നു വീണേനെ അറേബ്യൻ കടലിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇറാൻ അവകാശപ്പെടുന്നത് 3 F-35 ലൈറ്റനിങ് വിമാനങ്ങളെ അവർ തകർത്തു എന്നാണ്. അങ്ങനെ ആണെങ്കിൽ ഇത് 4ാമത്തെ വിമാനമായി. ഈ F-35ന്റെ അതീവ കോസ്റ്റ്ലി ആയിട്ടുള്ള, അത്ര വലിയ ചെലവേറിയ ഒരു വിമാനമാണ്. ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് F-35ന്റെ ഏറ്റവും താഴെയുള്ള വെർഷന് പോലും, ഏറ്റവും കുറഞ്ഞ വെർഷന് പോലും ഏതാണ്ട് 800 കോടി രൂപയുടെ വിലയുണ്ടാവും. അപ്പൊ നമുക്ക് ഊഹിക്കാം അത്തരം 4 വിമാനങ്ങൾ തകർന്നാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നഷ്ടം. ഒരു 4 ഉള്ളത് ഇറാന്റെ 3 വെടിവെച്ചിട്ടു എന്നുള്ളത് ഊതി വീർപ്പിച്ച കണക്കാകാം. പക്ഷെ എന്നിരുന്നാലും ശരി, ഞാൻ പറയുന്നത് ഇവിടെ ഇന്ത്യയുടെ പ്രസക്തി വളരെ അധികമാണ്. ഒന്ന്, നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് തിരുവനന്തപുരം, അതുപോലെ മംഗലാപുരം, കൊച്ചി, ഈ 3 വിമാനത്താവളങ്ങളും സർവ്വസജ്ജമാണ്. എത്ര വലിയ വിമാനം വേണമെങ്കിലും, എത്ര വലിയ ഫൈറ്റർ ജെറ്റ് വേണമെങ്കിലും ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആവശ്യത്തിന് ഇന്ധനം ഉണ്ടാകും. അപ്പോ ഇവിടുന്ന് ഒരു ഇന്ധനം നിറയ്ക്കാനെങ്കിലുമുള്ള ഒരു അനുമതി ഇല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടും. എത്ര വലിയ പടക്കപ്പലിന് വേണമെങ്കിലും ഇന്ത്യയുടെ ഒരു പടിഞ്ഞാറൻ തീരത്ത്, ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖത്ത് ഏത് വിമാനവാഹിനി കപ്പലിനും വന്ന് ഡോക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ അറേബ്യൻ കടലിൽ ഉണ്ടാകുന്ന ഏതൊരു അപകടത്തിലും അത് അരമണിക്കൂറിൽ താഴെ മതി ഇന്ത്യയുടെ ഡിസ്ട്രോയറുകളോ ഫ്രിഗേറ്റുകളോ അതുപോലെ ഹെലികോപ്റ്ററുകളോ ഒക്കെ അവിടെ എത്തും. നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ഇന്ത്യൻ നേവിയുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഒരു 4-5 ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എപ്പോഴും റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കും. പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഈ പൈറേറ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് ഇന്ത്യ. ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത്രയും പടക്കപ്പലും ഇത്രയും അതുപോലെ തന്നെ സബ്മറീൻസും ഒക്കെ ഉള്ള ഒരു രാജ്യം ഈ പ്രദേശത്ത് വേറെ ഇല്ല. പാകിസ്ഥാനെ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് നമ്പാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ, എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്നലെ ബ്രിട്ടീഷ് വിമാനത്തിന് ഇവിടെ ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വളരെ അടുത്ത സൗഹൃദ ബന്ധം, ബന്ധത്തിന്റെ അടിസ്ഥാനം കൂടുതൽ ദൃഢമാവുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഏറ്റവും അടുത്ത ഒരു ആത്മമിത്രമാണ്. റഷ്യ പോലെ തന്നെ റഷ്യയും ഇസ്രായേലുമാണ് ഞാൻ നോക്കിയിട്ട് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഏതൊരു രാജ്യത്തിനും അവിടെ സ്ഥാനമുള്ളൂ. അപ്പോൾ ഇന്നലെ ഇന്ത്യ അനുവാദം കൊടുത്തത് ഈ ഒരൊറ്റ കാരണത്തിലാണ്. കാരണം പലപ്പോഴും യുദ്ധവിമാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് റീഫ്യൂവലിങ്ങിനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഉള്ള ഒരു അനുമതി ഒരു രാജ്യവും കൊടുക്കാറില്ല. കാരണം അത് മറ്റൊരു രാജ്യം, ഇപ്പം ശരിക്കു പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുദ്ധപ്രഖ്യാപനം പോലെ, ഇന്ത്യ യുദ്ധത്തിൽ പങ്ക് ചേർന്ന പോലെ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. പക്ഷെ അതൊന്നും ഇന്ത്യ അതൊന്നും പേടിക്കുന്നില്ല. കാരണം ഇവിടെ ഇന്നലെ ഇന്ത്യയുടെ ഒരു ജസ്റ്റർ, ഒരു പെരുമാറ്റം, അങ്ങനത്തെ ഒരു പെരുമാറ്റം ഇല്ലായിരുന്നെങ്കിൽ F-35 തകർന്നു വീണേനും ഒരു സംശയവുമില്ല. അപ്പം ഇതാണ് ഇവിടെ ഇന്ത്യക്കുള്ള പ്രസക്തി. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായങ്ങളോ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നുകിൽ റെസ്ക്യൂ ഓപ്പറേഷൻ എങ്കിലും, അതായത് ഒരു അപകടം സംഭവിച്ചാൽ, ഒരു വിമാനം തകർന്നു വീണാൽ, അതുപോലെ തന്നെ ഏതെങ്കിലും അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ ഒരു ഡിസ്ട്രോയർ ഒരു മിസൈൽ ആക്രമണത്തിൽ തകർന്നു പോയാൽ അതിലെ നാവികസേനാ അംഗങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് പൂർണ്ണ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഡിസ്ട്രോയറുകളിലൊക്കെ തന്നെ 1ഉം 2ഉം ഹെലികോപ്റ്ററുകളുണ്ട്. 2 ഹെലികോപ്റ്റർ വഹിക്കാൻ ശേഷിയുള്ള ഡിസ്ട്രോയറുകളാണ് ഇന്ത്യയുടേത്. മിനിമം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പുതിയ ഡിസ്ട്രോയറുകളെല്ലാം തന്നെ ഏതാണ്ട് 150 മീറ്ററിന് മുകളിൽ നീളമുള്ളതാണ്. ഈ വിമാനവാഹിനി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കപ്പലാണ് ഈ ഡിസ്ട്രോയറുകൾ എന്ന് പറയുന്നത്.
ആ പിന്നെ അങ്ങനെ രണ്ട് ഹെലികോപ്റ്ററുകൾ വഹിക്കുന്ന ഡിസ്ട്രോയറുകളാണ് ഇന്ത്യയുടേത്. പിന്നെ അതുകൂടാതെ ഫ്രിഗേറ്റുകളും ധാരാളമുണ്ട്. ഇപ്പം INS വിശാഖപട്ടണം ക്ലാസ് എന്നൊക്കെ പറയുന്ന ഡിസ്ട്രോയറുകൾ, കൊൽക്കത്ത ക്ലാസ്, അത്തരം ഡിസ്ട്രോയറുകൾ ഏതാണ്ട് ഒരു ചെറിയ വിമാനവാഹിനി കപ്പൽ പോലെ തന്നെയാണ്. അത്രയൊക്കെ തന്നെ വരും. 100-200 മീറ്റർ നീളമൊക്കെ വരുന്ന അത്ര വലിയ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വലിയ കപ്പലുകളാണ്. അപ്പോൾ നമ്മൾക്ക് സഹായം പല രീതിയിൽ നമ്മുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടാകും. എന്തായാലും ശരി, ഇന്ത്യ പക്ഷേ ഈ യുദ്ധത്തിൽ വളരെ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ചില അർത്ഥത്തിൽ ഇന്ത്യക്ക് ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പം പക്ഷേ എങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലെ ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാനുമുണ്ട്. അപ്പം അവര് SCO ഇന്നലെ ഒരു പ്രമേയം പാസാക്കി ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ പിന്നെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി. പക്ഷെ ഇന്ത്യ ഇന്നലെ അതിൽ നിന്നും വിട്ടുനിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ നിലപാട് ഇസ്രായേൽ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഗാസയുടെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വന്നപ്പോഴും ഇന്ത്യ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ഒരു ദൃഢതയും നമ്മുടെ കാലം തെളിയിക്കുന്ന സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായിട്ടും എല്ലാം നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇവിടെ ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും ഗാസയെ ആക്രമിച്ച പോലെയോ അതല്ലെങ്കിൽ പിന്നെ ഹെസ്ബള്ളക്കെതിരെ നടത്തിയ ആക്രമണം പോലെയോ ഒന്നും ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഇപ്പൊ പാകിസ്ഥാനെ നോക്കുമ്പോൾ പാകിസ്ഥാന് വളരെ കുറച്ച് ആയുധങ്ങളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. ഇറാനിൽ അതല്ല, സ്വന്തമായിട്ട് കാറ് തൊട്ട് മിസൈല് തൊട്ട് ഡ്രോൺ തൊട്ട് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അവർക്ക് കൂടുതൽ ശേഷിയുണ്ട്. പിന്നെ 9 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, വലിയൊരു രാജ്യമാണ്. സാങ്കേതികമായിട്ട് പല രീതിയിലും അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുള്ള രാജ്യമാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും അധികം എണ്ണ റിസർവുകളുള്ള രാജ്യത്തിൽ ഒന്നാണ് ഇറാൻ. ഇതൊക്കെ വെച്ച് കണക്കാക്കുമ്പോൾ മാത്രമല്ല ഇറാനെ സഹായിക്കാൻ റഷ്യ, ചൈന അടക്കമുണ്ടല്ലോ. അല്ല, ഉണ്ടെങ്കിലും അവരൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ധാർമ്മികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും ആയുധങ്ങൾ കൊണ്ടുമൊക്കെ ഇറാനെ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഇൻഫർമേഷൻ ഷെയറിങ് അതൊരു വലിയ ഘടകമാണ്. കാരണം റഷ്യക്കും ചൈനയ്ക്കും ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. ഇന്നത്തെ യുദ്ധങ്ങളിൽ ഉപഗ്രഹങ്ങൾ വളരെ പ്രധാനമാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഈ ചെറിയ യുദ്ധം നടന്നപ്പോൾ പോലും ചൈനയാണ് പാകിസ്ഥാൻ ഉപഗ്രഹങ്ങൾ വഴി ഇന്ത്യയുടെ പല വിവരങ്ങളും കൊടുത്തത്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ അതിശക്തമായിട്ട് നമുക്ക് തടയാൻ പറ്റി. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഈ രീതിയിലുള്ള ഒരു ഇന്ത്യയെ പോലെ ഉപഗ്രഹ ശൃംഖലയൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പിന്നെ സഹായമില്ലാതെ ഇറാന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു സമയം അത്രയധികം ഒന്നും കാണില്ല. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായിരിക്കും ഈ യുദ്ധം ഇന്ത്യക്ക് മേലുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും പ്രാഥമികമായ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇറാനും യൂറോപ്പിലേക്കും ഒക്കെ പോകുന്ന വിമാനങ്ങളെല്ലാം തന്നെ ഇറാന്റെ എയർ സ്പേസ് അവോയ്ഡ് ചെയ്യാൻ നിർബന്ധിതമായി. ഓൾറെഡി നമ്മൾ പാകിസ്ഥാന്റെ എയർ സ്പേസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ വളരെയധികം യാത്രാ ദൂരം കൂടുകയും അങ്ങനെ ഒരു യാത്രക്കാർക്ക് മാത്രമല്ല വ്യോമമാർഗമുള്ള ചരക്ക് നീക്കത്തിനും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ പല മർച്ചന്റ് നേവി ഷിപ്പുകളും കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ അവരുടെ കപ്പൽ അതുവഴി വിടില്ല. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ അവിടെ ഇൻഷുറൻസ് കപ്പലുകൾക്ക് നൽകാൻ തയ്യാറാവില്ല. ഇതൊക്കെ കാരണം ചരക്ക് നീക്കം കുറച്ചൊക്കെ തടസ്സപ്പെടാം. പലരും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട്, ലോകത്തിലെ എണ്ണ മാർക്കറ്റിൽ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളത്, ശരിയാണ്,
ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു 4-5% രണ്ട് പ്രധാനപ്പെട്ട എണ്ണയുടെ ബ്രാൻഡുകളാണ്, ബെഞ്ച് മാർക്കുകളാണ് ബ്രന്റ് എന്ന് പറയുന്നതും വെസ്റ്റ് ടെക്സാസ് ഇൻഡെക്സ് WTI എന്ന് പറയുന്ന രണ്ട് ബെഞ്ച് മാർക്കുകൾ. അത് രണ്ടും 6% വില കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ നോക്കുമ്പോൾ ഈ ലോക മാർക്കറ്റിൽ ഒരു ദിവസം ഇറാൻ വിറ്റഴിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് 2 മില്യൺ ബാരൽ മാത്രമാണ്. അത് അത്ര വലിയ കൂടുതലൊന്നുമല്ല. 2 മില്യൺ 1.8 മില്യൺ ബാരലൊക്കെയാണ് ഇറാൻ വിൽക്കുന്നത്. അപ്പൊ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പണ്ട് ഇറാനിൽ നിന്നായിരുന്നു ഏറ്റവും അധികം എണ്ണ സോഴ്സ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ റഷ്യ, ഇറാഖ്, US, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എണ്ണയുടെ മാർക്കറ്റിൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉടനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പഴയ രീതിയിലല്ല ലോകത്തിലെ എണ്ണയുടെ മാർക്കറ്റിന്റെ ഡൈനാമിക്സ് പ്രവർത്തിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരിലൊന്നായ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായിട്ട് പോലും എണ്ണയുടെ മാർക്കറ്റിൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടൽ വഴിയുള്ള എണ്ണ നീക്കത്തെ ഈ യുദ്ധം തടസ്സപ്പെടുത്താമെന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ഇമ്പാക്റ്റ് ഇതിനുണ്ടാവും. പക്ഷേ അത്ര വലിയൊരു ഭീകരമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ശരി, ഈ യുദ്ധം ഒരു മഹായുദ്ധമായിട്ട് പരിണമിക്കുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ പാശ്ചാത്യ ശക്തികൾ, US-ഉം അതുപോലെ തന്നെ ബ്രിട്ടനും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ ഇതില് കൃത്യമായിട്ടും ഇന്ത്യയുടെ സഹായം കൂടി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. തീർച്ചയായിട്ടും നടക്കില്ല, ഒരു കാരണവശാലും. അപ്പോ അവര് ഇന്ത്യയുടെ അടുത്ത് വരും. അമേരിക്ക ആയാലും ശരി, UK ആയാലും ശരി, നാറ്റോ സഖ്യമായാലും ശരി, അവർക്ക് ഇന്ത്യയുടെ സഹായമില്ലാതെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെയാണ്, എത്രത്തോളമാണ് അവരുടെ ഒപ്പം ഗൾഫ് നിൽക്കുന്നത്, അതിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഗൾഫിനും ഈ യുദ്ധം താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരാണ് അവരും കൂടി ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഇന്ത്യ കുറച്ചുകൂടെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പോഴത്തെ ഈ ഏറ്റവും ഒടുവിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ ഒരു വിശകലനം. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദി.